ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഫ്രെയിം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ നെക്കെല്ലാം വരച്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ബ്ലൗസാണ്. ഇതിലെങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് വുഡൻ്റെ ഫ്രെയിമാണ്. ഇതൊരു 18 ഇഞ്ചാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് ഹുക്ക് ഭാഗം. ഇത് തിരിക്കുകയും അതിനെ തിരിക്കുമ്പോഴത്തേക്കാണ് ഇത് ലൂസാവുകയും ഇറുകയൊക്കെ ചെയ്യുന്നത്. അതായത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇത് നമ്മുടെ അടിയിൽ, ക്ലോത്തിൻ്റെ അടിയിൽ പോകുന്ന ഫ്രെയിമാണ്. അതിൻ്റെ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ ആ ഹുക്കിൻ്റെ ഭാഗം വെച്ച് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുമ്പം ഇത് നല്ല ടൈറ്റായിട്ട് ഇരിക്കും, ഇളകി വരത്തില്ല. ഈ 2 ഫ്രെയിമും ഒന്നിച്ച് ടൈറ്റായിരിക്കും. ഇതിൻ്റെ നടുവിലാണ് ആ ക്ലോത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് പുറമേ വയ്ക്കും. ആ അടിയിൽ പോകേണ്ട ഫ്രെയിം ഇതുപോലെ ക്ലോത്തിനടിയിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് എവിടെയാണോ വർക്ക് ചെയ്യേണ്ട ഭാഗം കറക്റ്റ് നോക്കി വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ആദ്യം അതൊന്ന് കറക്റ്റാക്കി വർക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഫ്രെയിമും കൂടെ അതിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇതുപോലെ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഈ ഫ്രെയിം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ടൈറ്റാക്കൽ. ഇപ്പോൾ കണ്ടോ, ഒരുമാതിരി കുഴിഞ്ഞു പോകുന്ന ടൈപ്പിനല്ലേ ഇരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ ഫുള്ളും ടൈറ്റാക്കിയിട്ട് ക്ലോത്ത് പിടിച്ച് വലിക്കല്ലേ, എങ്കിൽ അവിടെ ഡാമേജ് വരും. ഒരു മീഡിയം, ഒരു ചെറുതായിട്ട് കുറച്ച് ഒന്ന് എന്ത് ചെയ്യുക, തിരുക്കി വയ്ക്കുക, ഇറുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ സൈഡും ക്ലോത്ത് പതുക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ച് പതുക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് പിടിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതാണ്ടോ, ഇതുപോലെ പതുക്കെ വേണം വലിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കുറച്ചുകൂടെ ടൈറ്റാക്കി കൊടുക്കണം. കണ്ടോ, എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വലിച്ച് പിടിച്ച് അങ്ങനെ വെക്കണം. അതാകുമ്പോഴത്തേക്ക് ഇത് ഫ്രെയിം എന്ത് ചെയ്യും, നമുക്ക് ടൈറ്റ് ആയിരിക്കും. അപ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ത്രെഡ് കിട്ടില്ല. ചെയ്യുമ്പോഴത്തേക്ക് ഇത് ക്ലോത്ത് എന്ത് ചെയ്യും, അയഞ്ഞ് കിടക്കും, ലൂസായിട്ട് കിടക്കും. ഇങ്ങനെ നമ്മൾ അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൽ ഇറുകി തന്നെ ഇരിക്കും. നമുക്ക് വർക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗവും ചുറ്റിനും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റും കൂടെ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതടുത്ത ആര്യ വർക്കിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശേഷം ഇതുപോലെ നമ്മൾ നല്ല വൃത്തി ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പം ഇത് കറക്റ്റായി ഒരു പ്രത്യേക സൗണ്ട് കേൾക്കും നമ്മളിങ്ങനെ തട്ടുമ്പോഴത്തേക്ക്, നല്ല ടൈറ്റായി ഇരിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ അപ്പം ഇങ്ങനെയാണ് സാധാരണ ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.